ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസൊക്കെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. എന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട്ടുകാരുടെ മലബാറുകാരുടെ സ്വന്തം കല്ലുമ്മക്കായ റോസ്റ്റാണ്. അറിയാലോ, മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള മത്സ്യമാണ് കല്ലുമ്മക്കായ എന്നാണ് പറയുന്നത്. നമ്മൾ കടുക്ക എന്നും പറയും കോഴിക്കോട്ടുകാർ. കടുക്ക റോസ്റ്റ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ 1.5 കിലോ നമ്മുടെ ഷെല്ലോട് കൂടിയ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ തോല് മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 ഗ്രാമേ ഉണ്ടാവും. 1/3 ഉണ്ടാവുള്ളൂ കേട്ടോ. ഇറച്ചി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കഴുകിയപ്പോൾ നന്നായി കഴുകിയതാ. അപ്പം ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് തുറന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങാൻ വെക്കാം. ഒരു 5 മിനിറ്റ് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് തുറന്നു വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റിയെടുക്കാം. നമ്മളെ തട്ടിലിട്ടിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാലും തുറന്ന് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും വേണ്ട. പെട്ടെന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് തുറന്നു പോരും. ഓക്കെ, ഇതൊരു 10 മിനിറ്റ് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ നമ്മൾ തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിട്ട് പോകുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചൂടണിയട്ടെ. ഇതാ നമ്മളെ കണ്ടോ, ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. നന്നായി ചൂടെണ്ണ നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാൻ ക്ലീൻ ചെയ്ത് കുറേ ക്ലീൻ ചെയ്ത് ഇനി 1-2 കൂടിയുള്ളൂ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതാ ഇതുപോലെ കിട്ടും നമുക്ക്. കണ്ടോ, ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഇതാ നമുക്കൊരു കത്തി വെച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഭാഗമല്ലേ, ഇതാ ഇതിൻ്റെ ഉള്ളിലൊരു കത്തിയോ വെച്ച് മുറിച്ചാൽ കണ്ടോ കറുപ്പ് കളറിൽ ചളി അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ അതേപോലെ തന്നെ ഉൾഭാഗത്തും ചിലപ്പോൾ ഒരു പുല്ല് പോലെ ഇങ്ങനെ ഇത് പിടിച്ച് കിടക്കുന്ന ഭാഗം ഉണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതെല്ലാം ക്ലീൻ ചെയ്തു. ഇതിനി ഒന്നുകൂടെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം ഇതാ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോക്കി ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് മതി കേട്ടോ അതിന്. പിന്നെ ഇതാ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മളെ പെരുംജീരകം, വലിയ ജീരകത്തിന് പൊടിച്ചതാണ്. 1/2 ടീസ്പൂണ് കുരുമുളക് ഉണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മളെ മുളക് പൊടി. അതേപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട്. പിന്നെ ഒരു 1/4 to 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് തേച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മസാല ഒക്കെ പിടിച്ച് ഇനി ഇതൊരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മളെ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഒരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇതാ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പില ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇതാ ഇനി നമ്മളെ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. ഇതാ 2 ഭാഗവും ഞാൻ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് ഈ രൂപത്തിലായാൽ മതി കേട്ടോ. അധികം ഉണങ്ങിപ്പോണ്ട. നമുക്കിനി ഒരു റോസ്റ്റ് അല്ലേ, ഒരു ഉള്ളിൻ്റെ മസാലയുടെ ഉണ്ടാക്കിയതിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാനിതിനി ഒരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ കോരി മാറ്റട്ടെ. ഇതാ ഞാൻ ആ ഫ്രൈ പാനിലേക്ക് തന്നെ ഒരു തിരികൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു സവാള നല്ല നൈസായിട്ട് അരിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ്, അതായത് ഒരു 15 ചെറിയുള്ളികളുണ്ടായേ. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണേ, ഒരു ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. ഓക്കെ, ഇനി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഒരു 75% വയലിന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയില,
കരിവേപ്പില, ഒരു 3 എരിവുള്ള പച്ചമുളക് ഇതോട് ചേർത്തിട്ട് ഈ ഉള്ളിൻ്റെ കൂടെ ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയാണ്, 1/2 ടീസ്പൂണ് കുരുമുളകുണ്ട്, അതേപോലെ നമ്മുടെ 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതും കൂടി ഒന്ന് തീ കരിഞ്ഞു വരുന്നത് തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഉള്ളിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തരി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് വെക്കാം, അപ്പം തക്കാളി പെട്ടെന്ന് അങ്ങ് വഴന്നിടും. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച കല്ലുമ്മക്കായ, കടുക്കാന്നും പറയുമല്ലോ നമ്മൾ കോഴിക്കോട്ടുകാർ, അപ്പം അത് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ചെറിയ തീയിൽ ഇതിലേക്കൊന്ന് മസാലയിലൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാനേ ഒന്ന് അടിച്ചു വെക്കാം കേട്ടോ. അപ്പോഴാണ് ഈ മസാലയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഈ സമയത്തില്ലേ നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണേ നോക്കട്ടോ. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, ചിലപ്പം പെട്ടെന്ന് ഇതിലങ്ങനെയാണ്, പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിച്ചു വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്. നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്നും തീ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് കഴിക്കാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളി. എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ടേസ്റ്റ്, പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.